ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സൗദി പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദി പ്രവാസികൾ നാട്ടിലേക്ക് പണം അയക്കുന്നത് ബാങ്കിലൂടെയും അതുപോലെ വാലറ്റിലൂടെയും ഒക്കെയാണ്. അങ്ങനെ ഒരു വാലറ്റാണ് മൊബൈലിപേ വാലറ്റ്. ഇതിൽ വന്നിരിക്കുന്ന പുതിയൊരു അപ്ഡേറ്റാണ് ക്യാഷ് ബാക്ക്. അതായത് നമ്മൾ ഇൻ്റർനാഷണൽ മണി ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ട്രാൻസ്ഫർ ഫീസ് നമുക്ക് തന്നെ തിരിച്ച് ക്യാഷ് ബാക്കായിട്ട് അവർ നൽകുന്നതാണ്. അത് എങ്ങനെയെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. മൊബൈലിപേ വാലറ്റ് എങ്ങനെ ആക്ടിവേഷൻ ചെയ്യാം, എങ്ങനെ ലോഗിൻ ചെയ്യാം എന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വീഡിയോ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്ന് നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന മൊബൈലിപേ വാലറ്റ് ലോഗിൻ ചെയ്യുക. വാലറ്റ് എങ്ങനെ ആക്ടിവേഷൻ ചെയ്യാം, അതെങ്ങനെ ലോഗിൻ ചെയ്യാമെന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇൻ്റർനാഷണൽ മണി ട്രാൻസ്ഫർ എങ്ങനെ ചെയ്യാം, അതിൽ ക്യാഷ് ബാക്ക് എങ്ങനെ നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതിനു മുമ്പായി നമുക്ക് വാലറ്റിലേക്ക് മണി ആഡ് ചെയ്യണം. അതിനായി ഏറ്റവും മുകളിൽ കാണുന്ന ആഡ് മണി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പുതിയ പോപ്പപ്പ് ഓപ്പണായി വരും. ഇവിടെ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡ് അതുപോലെ ബാങ്ക് ട്രാൻസ്ഫറിലൂടെയെല്ലാം മണി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ ഡെബിറ്റ് കാർഡ് ഓർ ക്രെഡിറ്റ് കാർഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ പുതിയതായി ആഡ് ചെയ്യണമെങ്കിൽ ആഡ് എന്നുള്ളൊരു ബട്ടൺ കാണാം ഏറ്റവും മുകളിലായി. അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങളുടെ കാർഡിൻ്റെ ഏതാണോ കാർഡ് അത് സെലക്ട് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങൾക്ക് കാർഡ് സേവ് കാർഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാർഡ് സേവ് ആകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. അതിനുശേഷം ആ കാർഡ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് താഴെ കണ്ടിന്യൂ എന്നുള്ളൊരു ബട്ടൺ തെളിഞ്ഞ് വന്നിരിക്കുന്നത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എത്ര എമൗണ്ടാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ ഒരു എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺഫേം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കൺഫേം ഡീറ്റെയിൽസ് ഒന്നുകൂടി വെരിഫിക്കേഷൻ ചെയ്ത് കൺഫേം ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ പുതിയൊരു പേജ് ഓപ്പണായി വരും. ഇവിടെ നിങ്ങളുടെ കാർഡിൻ്റെ CVV നമ്പറാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം പേ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് കാർഡാണോ നിങ്ങൾ ആഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു കാർഡിൻ്റെ ബാങ്കിൽ നിന്ന് ഒരു വൺ ടൈം പാസ്വേഡ് വരുന്നതാണ്. ആ വൺ ടൈം പാസ്വേഡ് ഈ ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞു. അതിൻ്റെ മെസ്സേജാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ മണി ഇതിലേക്ക് മൊബൈലിപേ വാലറ്റിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്ത മണി അവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് നേരെ ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്തതിന് ശേഷം മണി ട്രാൻസ്ഫർ ചെയ്യാം. അതിനായി ബെനിഫിഷ്യറി സെലക്ട് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ബെനിഫിഷ്യറി ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഏറ്റവും മുകളിൽ കാണുന്ന ആ ഒരു പ്ലസിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ബെനിഫിഷ്യറി ആഡ് ചെയ്യാം. എങ്ങനെ ബെനിഫിഷ്യറി ആഡ് ചെയ്യാം, അതുപോലെ എങ്ങനെയാണ് ഇത് ആക്ടിവേഷൻ ചെയ്യുന്നത് എന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വീഡിയോ ലിങ്ക് താഴെ കൊടുക്കുന്നതാണ്. അതിനുശേഷം ഏത് ബെനിഫിഷ്യറിയിലാണ് മണി സെൻഡ് ചെയ്യേണ്ടത് ആ ഒരു ബെനിഫിഷ്യറി സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സൗദി റിയാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ബോക്സ് ഓപ്പണായി വന്നിരിക്കുന്നത് കാണാം. അവിടെ നിങ്ങൾ എത്ര എമൗണ്ടാണോ അയക്കുന്നത് ആ ഒരു എമൗണ്ട് അവിടെ ടൈപ്പ് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് ഇന്ത്യൻ മണിയാണ് അയച്ചു കൊടുക്കേണ്ടതെങ്കിൽ അത് ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യൻ മണി മാറി വരുന്നത് കാണാം. അതിലൂടെ നിങ്ങൾക്ക് മണി ടൈപ്പ് ചെയ്ത് കൊടുത്ത് മണി സെൻഡ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ സൗദി റിയാൽ 1300 റിയാൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്കിവിടെ ഫീസ് എന്നുള്ള ഭാഗത്ത് ഇൻക്ലൂഡിങ് ഫീസ് എന്നുള്ള ഭാഗത്ത് ആ ഒരു ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. 7 റിയാലാണ് നമുക്ക് അയക്കാനായിട്ട് വരുന്നത്. അതിൻ്റെ മാറ്റം കൂടി 8.5 സൗദി റിയാൽ വരും. അതിനുശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് മൊബൈലിപേയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരുന്നതാണ്. നിങ്ങൾക്ക് വന്ന വെരിഫിക്കേഷൻ കോഡ് ഈ ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. സെക്യൂരിറ്റി ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് ബ്ലാക്ക് ആയിട്ട് കാണുന്നത്, ഒന്ന് ക്ഷമിക്കുക. ഇവിടെ നമ്മുടെ വെരിഫിക്കേഷൻ സക്സസ്ഫുള്ളായി കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കൺഫേം പേജ് ഓപ്പണായി വന്നിരിക്കുന്നത് കാണാം. നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് വെരിഫിക്കേഷൻ ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന കൺഫേം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഫേസ് ലോക്കോ ഫിംഗർ ലോക്കോ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ട്രാൻസാക്ഷൻ സക്സസ്ഫുള്ളായി കഴിഞ്ഞു. അതിൻ്റെ മെസ്സേജാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ, നമ്മൾ എത്ര എമൗണ്ടാണ് അയച്ചത്
അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഷെയർ ചെയ്യാം. അതുപോലെ നിങ്ങളുടെ മൊബൈലിലേക്ക് സേവ് ചെയ്ത് വയ്ക്കാനുമെല്ലാം സാധിക്കുന്നതാണ്. ഇനി നമുക്ക് നേരെ ഹോം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഹോം പേജിലേക്ക് പോകാം. നമുക്ക് ക്യാഷ് ബാക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 7 റിയാൽ ക്യാഷ് ബാക്ക് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ 1300 റിയാലാണ് ഇതിലേക്ക് ആഡ് ചെയ്തത്. 1300 റിയാലും നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. ഹിസ്റ്ററി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഹിസ്റ്ററി ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ. ഈ രീതിയിൽ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ മണി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ സർവീസ് ചാർജ് നിങ്ങൾക്ക് തന്നെ ക്യാഷ് ബാക്കായി ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിലും നല്ലൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.